തുഷാർ ഗാന്ധിയെ തടഞ്ഞ RSS നടപടിയെ ന്യായീകരിച്ച് BJP നേതൃത്വം. തുഷാർ ഗാന്ധി മാനസിക രോഗിയെന്ന് BJP സംസ്ഥാന സെക്രട്ടറി S. സുരേഷ്. തുഷാർ ഗാന്ധി ഗോപിനാഥൻ നായരെയും ഗാന്ധിജിയെയും അപമാനിച്ചെന്നും നേതാക്കൾ പറയുകയാണ്. നിർബൻ ചേരുകയാണ്. നിർബൻ, ഇത്തരത്തിൽ എന്താണ് RSS ഉത്തരേന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് ഇവിടെയും നടത്താനുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെ വേണം ഈ ഒരു സംഭവത്തെയും ഈ ഒരു ന്യായീകരണത്തെയും നമ്മൾ കാണാൻ. നിർബൻ, തീർച്ചയായും ആതിര, കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിങ്കര TV ജംഗ്ഷനിൽ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് മടങ്ങുമ്പോൾ ഗാന്ധിജിയുടെ കൊച്ചുമകനായിട്ടുള്ള തുഷാർ ഗാന്ധിയെ RSS പ്രവർത്തകർ തടഞ്ഞുവെച്ച് അധിക്ഷേപിച്ചത്. മാത്രമല്ല, അദ്ദേഹത്തെ വാഹനം തടഞ്ഞുവെച്ച് അരമണിക്കൂറോളം മുദ്രാവാക്യം വിളിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്താവന തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിന്നു. അവിടുത്തെ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ ആയിട്ടുള്ള ആളടക്കം നേതൃത്വം വഹിച്ചിട്ടാണ് അദ്ദേഹത്തെ തടഞ്ഞുവെക്കുകയും ഇത്തരത്തിൽ അതിക്രമിക്കാനുള്ള ശ്രമവും നടത്തിയത്. പക്ഷേ അക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം DYFI അടക്കമുള്ള സംഘടനകളിൽ നിന്നും ജനാധിപത്യ വിശ്വാസികളിൽ നിന്നും ഉണ്ടാകുമ്പോഴും RSSനെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം. BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള S. സുരേഷ് അല്പം മുമ്പാണ് പ്രസ്താവന പുറത്തിറക്കിയത്. അദ്ദേഹം രാജ്യദ്രോഹിയാണ്, അർബൻ നക്സലൈറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, മാനസിക രോഗിയാണ്. ഇത്തരം മാനസിക രോഗിയെ എന്തിനാണ് ഇത്തരം ഒരു പരിപാടികൾ കൊണ്ടുവന്നത് എന്ന ചോദ്യം ഈ S. സുരേഷ് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, RSS പ്രവർത്തകർ തടഞ്ഞത് ഈ ഗാന്ധിജിയെ അനുകൂലിക്കുകയും ഈ പറഞ്ഞ ഗോപിനാഥൻ നായരെ സ്നേഹിക്കുകയും ചെയ്യുന്ന RSS വിശ്വാസികൾക്ക് ക്ഷീണമുണ്ടാക്കുന്ന നടപടിയാണ് അദ്ദേഹത്തെ പോലൊരാളിനെ അവിടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കൊണ്ടുവന്നത് എന്നതാണ് സുരേഷിന്റെ വാദം. അതായത് BJP നേതൃത്വം ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ പൂർണ്ണമായി ന്യായീകരിക്കുന്നു. നേരത്തെ ആതിര ചോദിച്ചതുപോലെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത് പോലെ ഇത്തരത്തിൽ പ്രതിഷേധിക്കുക, അവരെ അതിക്രമിക്കുക, അവരെ വേട്ടയാടുക എന്ന നടപടി കേരളത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് RSSന്റെയും BJPയുടെയും സംസ്ഥാന നേതൃത്വം ചെയ്യുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഇത് വ്യക്തമായ ആസൂത്രണത്തോടെ പെട്ടെന്നൊരു പ്രകോപനത്തിന്റെ ഭാഗമായി ഉണ്ടായതല്ല. BJP ലീഡർഷിപ്പിന്റെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് എന്ന് തെളിയിക്കുന്നതാണ് BJPയുടെ സംസ്ഥാന സെക്രട്ടറി S. സുരേഷിന്റെ പ്രസ്താവന പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തിലുള്ള ഖേദവും അവർ BJP ലീഡർഷിപ്പ് നടത്തുന്നില്ല. മാത്രമല്ല, മാനസിക രോഗിയാണ് എന്ന് തുഷാർ ഗാന്ധിയെ വിളിച്ച് അധിക്ഷേപിക്കുന്നു. അദ്ദേഹം അർബൻ നക്സലൈറ്റ് ആണ്, തലച്ചോറും നാവും നക്സലൈറ്റുകൾക്ക് പണയം വെച്ച ഒരാളാണ്, രാജ്യദ്രോഹിയാണ്. ഇത്തരം ഒരാളിനെ അവിടെ കൊണ്ടുവന്ന് ഈ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് ശരിയായില്ല എന്ന നിലപാടാണ് BJP നേതൃത്വം ഇപ്പോഴും തുടരുന്നത്. ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധം DYFIയുടെ ഭാഗത്തു നിന്നുണ്ടായി. DYFIയുടെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും സംയുക്ത പ്രസ്താവന അല്പം പുറത്തിറക്കിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ സമീപനം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല, ഏത് വിധേനയും പ്രതിരോധിക്കും. മാത്രമല്ല, ഇത്തരത്തിൽ ഇത്തരത്തിൽ അതിക്രമം നടത്താൻ ശ്രമിച്ച ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും DYFIയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആതിര, ശരി, വ്യക്തമാണ്. നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.